എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ നാഡീ ജീവശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1966 അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അമേരിക്കയിൽ അവിടെ ജീവിച്ചിരുന്നൊരു സാധാരണ ഒരു വളരെ സൽസ്വഭാവിയായിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് വിറ്റ്മാൻ എന്നായിരുന്നു. വിറ്റ്മാൻ ഇദ്ദേഹം അമേരിക്കൻ നേവിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അവിടെ സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ ആണ് അദ്ദേഹം ഭാര്യയും സഹോദരിയും മക്കളും അമ്മയൊക്കെ ആയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ വളരെ ഒരു വ്യത്യാസം അദ്ദേഹത്തിന് തന്നെ തോന്നുകയും അദ്ദേഹം ഡോക്ടർമാരെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡയറിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് എന്താണ് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എൻ്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തണം എന്നൊക്കെ അദ്ദേഹം ഡയറിയിൽ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ 1966 ഓഗസ്റ്റ് 1 ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു തോക്കെടുത്തിട്ട് ആദ്യം ഭാര്യയെയും അമ്മയെയും അങ്ങ് വെടിവെച്ച് കൊന്നു. എന്നിട്ട് ഈ സാൻ യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴെ നോക്കിയിട്ട് നേരത്തെ പിടിച്ചിട്ട് വെടിയാണ്. അങ്ങനെ ആ വെടിവയ്പ്പിൽ 14 പേര് അല്ലാതെയും മരിച്ചു. അങ്ങനെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കീഴടക്കാൻ വേണ്ടിയിട്ട് പോലീസും വെടിവെച്ചു. അങ്ങനെ ഈ ചാൾസ് വിറ്റ്മാൻ എന്ന് പറയുന്ന ഈ മനുഷ്യനും വെടിയേറ്റ് മരിച്ചു. അങ്ങനെ മൊത്തം അവിടെ 17 മരണങ്ങൾ നടന്നു കഴിഞ്ഞു ആ ഒരു ദിവസം. എന്നിട്ട് ഇയാളിത് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അയാളുടെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ഇടത് തലച്ചോറിൻ്റെ ടെമ്പറൽ ലോബിന് അടുത്തായിട്ട്, ടെമ്പറൽ ലോബിനോട് ചേർന്ന്, ഈ അമിഗ്ഡല ഹിപ്പോകാമ്പസ് എന്നൊക്കെ പറയുന്ന ഭാഗത്തിനോട് ചേർന്നിട്ട് അത് ഒരു ട്യൂമർ വളരുന്നുണ്ടായിരുന്നു. 1966 കേട്ടോ. ഇന്നാണെങ്കിൽ ഒരു MRI സ്കാനൊക്കെ എടുത്ത് ഈസിയായിട്ട് കണ്ടെത്താവുന്നൊരു അവസ്ഥയാണ്, ഒരു പെരുമാറ്റ വൈകല്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അന്ന് അദ്ദേഹം ഒരു ഡോക്ടറെ കണ്ടു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അതിനുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ട്യൂമർ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു മുട്ടയുടെ വലുപ്പത്തിനുള്ള ഒരു ചെറിയൊരു ട്യൂമർ കാരണം അവിടെ നഷ്ടപ്പെട്ടത് 17 പേരുടെ ജീവനാണ്. ഒരു വലിയൊരു ക്രൈമാണ് അവിടെ നടന്നത്, ഒരു കൊലപാതകം, 16 പേരുടെ കൊലപാതകം. ഇത് ഈ കുറ്റാന്വേഷണ ഈ ന്യൂറോ ബയോളജി ഓഫ് ക്രൈമിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസാണ് ചാൾസ് വിറ്റ്മാൻ്റെ കേസ്. ഇത് പറയുമ്പോൾ എല്ലാ ക്രൈമും, ഇപ്പോൾ എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും ബ്രെയിൻ ട്യൂമർ ഉണ്ടോ, എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന രോഗാവസ്ഥ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നുന്നു. നമുക്ക് ഈ ഫീനിയാസ് കേജിൻ്റെ കഥ പലരും വായിച്ചിട്ടുണ്ടാകും. ഫീനിയാസ് കേജ് എന്ന് പറയുന്ന അതും ഇതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1848 1850 കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയാണ്. അന്ന് ഈ തലച്ചോറിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ആർക്കും ഇല്ല, ലോകത്തിൽ ശാസ്ത്രജ്ഞർക്ക് ആർക്കും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഫീനിയാസ് കേജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇംഗ്ലണ്ടിലെ ഒരു റെയിൽവേ തൊഴിലാളിയാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം പണിയുന്നതിനിടയിൽ ഒരു ചെറിയൊരു സ്ഫോടനം ഉണ്ടായിട്ട് ഒരു കമ്പി ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ സൈഡിലൂടെ തലച്ചോറിനുള്ളിലേക്ക് കുത്തിക്കയറി, തലയോട്ടി തുളച്ച് അകത്ത് കയറി. അന്നത്തെ ഒരു ഇതനുസരിച്ച് അയാൾ രക്ഷപ്പെടേണ്ടതല്ല ശരിക്കും, പക്ഷേ അദ്ദേഹം അന്നുള്ള ശസ്ത്രക്രിയ രീതികളും എല്ലാം വെച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഫീനിയാസ് കേജ് എന്ന് പറഞ്ഞാൽ വളരെ മാന്യനും ശാന്തനും സൽസ്വഭാവിയും ഒക്കെ ആയിട്ടുള്ള വളരെ നാട്ടിലെ ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ അപകടം പറ്റി സർജറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഫീനിയാസ് കേജ് നാട്ടിലെ ഏറ്റവും താന്തോന്നിയും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറി. അയാൾ ആരെയും പോയി കൊല്ലുകയൊന്നും ചെയ്തില്ല, പക്ഷേ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളുള്ള ഒരു മനുഷ്യനായിട്ട് ഫീനിയാസ് കേജ് മാറി. ഫീനിയാസ് കേജിനെ പിന്തുടർന്നാണ് ഇന്നത്തെ നാഡീശാസ്ത്രം, ന്യൂറോളജി, തലച്ചോറിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഇതുവരെ എത്തിയത്. ഫീനിയാസ് കേജിൻ്റെ
ഈ ഒരു സ്വഭാവ മാറ്റത്തെ പിന്തുടർന്നുള്ള പഠനങ്ങളാണ്. കാരണം തലച്ചോറ് ഇത്രയും പ്രധാനപ്പെട്ടൊരു അവയവമാണ് എന്നൊക്കെ നമ്മളൊക്കെ തിരിച്ചറിയുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇന്ന് നമുക്ക് കേൾക്കുമ്പം വളരെ കൗതുകകരമായിട്ടൊക്കെ തോന്നും. തലച്ചോറല്ലേ എന്നൊക്കെ ഇന്ന് നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നുണ്ട്, കൊച്ചുനാൾ മുതലേ പഠിക്കുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ അന്ന് നമുക്ക് തലച്ചോറിന് അത്രയും ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷമാണ് തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനും ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ഓരോ ഭാഗവും ഈ പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളെ ശരിക്കും നമ്മളൊരു മനുഷ്യനാക്കി മാറ്റുന്നത്. മാനുഷികമായിട്ടുള്ള പെരുമാറ്റ രീതികളൊക്കെ ഉള്ള നല്ലൊരു സ്വഭാവമുള്ള, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയാൻ കഴിവുള്ള, വരും വരായികകളെയൊക്കെ പറ്റി തിരിച്ചറിവുള്ള ഒരു ജീവിയാക്കി മനുഷ്യനെ മാറ്റുന്നത് തലച്ചോറിൻ്റെ ഈ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് എന്ന് തിരിച്ചറിയുന്നത് ഫീനിയാസ് കേജിൻ്റെ എക്സാമ്പിളോട് കൂടിയൊക്കെയാണ്, അതിനെ പിന്തുടർന്ന് ഉള്ള പഠനങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലത്തെ ക്രൈമിനെ പറ്റിയാണ്. ശരിക്കും എന്താണ് ക്രൈം? ഒരു കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പ്രദേശത്തെ നിയമം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ഒരു കുറ്റകൃത്യമായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്ഥലം, കാലം ഒക്കെ അനുസരിച്ച് മാറുന്നൊരു സംഗതി കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ ക്രൈം അല്ലാത്ത ഒരു കാര്യം ഗുജറാത്തിൽ ചെന്നാൽ ക്രൈമാണ്, മദ്യപിക്കുക. അവിടെ അത് നിയമപരമായിട്ട് അവിടെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കഞ്ചാവോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ നിയമപരമായിട്ട് പറ്റത്തില്ല. പക്ഷേ പല രാജ്യങ്ങളിലും അതിന് സാധിക്കും. അപ്പോൾ ഈ പിന്നെ കാലഘട്ടം അനുസരിച്ചും ഇതൊക്കെ മാറാം. ഒരു കാലത്ത് ഹോമോസെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കൊലപാതകം ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ കുറ്റകൃത്യമായിരുന്നു പല രാജ്യങ്ങളിലും ഒക്കെ. ഇന്ത്യയിൽ തന്നെ 2018 വരെയും ഈ ഹോമോസെക്സ്വാലിറ്റി കുറ്റകൃത്യമായിരുന്നു, നിയമപരമായിട്ട് ഒരു കുറ്റകൃത്യമായിരുന്നു. അത് നിയമം മാറ്റിയപ്പോഴാണ് അത് കുറ്റകൃത്യമല്ലാതായി മാറിയത്. അതുപോലെ അത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് ഒക്കെ ഈ ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും ഈ കുറ്റകൃത്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ ഒരു ഇത് വെച്ചിട്ട് അതിന് രണ്ടായിട്ട് തിരിക്കും. അത് പറയുന്നത് മല ഇൻസെ ആൻഡ് മല പ്രൊഹിബിറ്റ. മല ഇൻസെ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം, അത് കേട്ട് കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്, അത് ലോകത്ത് എവിടെ ചെന്നാലും കുറ്റകൃത്യമാണ്. മല പ്രൊഹിബിറ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ നിയമം അത് കുറ്റകൃത്യമാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം, പ്രൊഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കുറ്റകൃത്യമാവുന്ന കാര്യങ്ങൾ. മല ഇൻസെ എന്ന് പറഞ്ഞാൽ കൊലപാതകം ലോകത്ത് എല്ലായിടത്തും കൊലപാതകമാണ്, അത് കുറ്റകൃത്യമാണ്. ബലാത്സംഗം, മോഷണം, ഇപ്പം ഒരു പബ്ലിക് പ്രോപ്പർട്ടിക്ക് തീയിടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോകത്ത് എവിടെ ചെന്നാലും അതൊരു കുറ്റകൃത്യമാണ്. പക്ഷേ ഹെൽമറ്റ് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ, അത് ആ നിയമം ഉള്ള സ്ഥലത്ത് മാത്രമേ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് കുറ്റകൃത്യമാവുന്നുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ, ഹോമോസെക്സ്വാലിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ, ആ കാര്യങ്ങളൊക്കെ തന്നെയും അതും നല്ല പ്രൊഹിബിറ്റ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ മെയിൻലി സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ നാഡീ ജീവശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ പ്രൊഹിബിറ്റയെ നമുക്ക് അതിനെ കൂട്ടത്തിൽ കൂട്ടാൻ പ്രയാസമാണ്. അതിന് നമുക്കൊരു ശരിക്കും ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ എടുക്കാൻ പ്രയാസമാണ്. നമ്മൾ ശരിക്കും നമ്മളെ വളരെയധികം മുറിപ്പെടുത്തുന്ന ഈ മല ഇൻസെയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചാൾസ് വിറ്റ്മാൻ്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പം അതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശരിക്കും നമ്മുടെ തലച്ചോറിലെ എന്തെങ്കിലും അബ്നോർമാലിറ്റിയുമായിട്ട് ബന്ധമുണ്ടോ? നേരത്തെ വിറ്റ്മാൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ അയാൾക്കൊരു ട്യൂമർ ഉണ്ടായിരുന്നു. മറ്റൊരു കഥ, അത് 1991 അതും അമേരിക്കയിൽ നടക്കുന്നൊരു സംഭവമാണ്. സ്റ്റീഫൻ മോബ്ലി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഗുണ്ടായിസമൊക്കെ നാട്ടിൽ കാണിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, സ്റ്റീഫൻ മോബ്ലി, 1991 അയാളൊരു ഷോപ്പിൽ, പിസ്സ ഷോപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ ചെന്നിട്ട് അവിടെ എന്തോ തർക്കത്തിനിടയിൽ അവിടുത്തെ പിസ്സ കടയുടെ മാനേജറെ
ഈ അമേരിക്കയിൽ എല്ലാവർക്കും തോക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ കാലത്തും. അയാളങ്ങ് വെടിവെച്ച് വന്നു എന്ത് തർക്കത്തിനിടയിൽ. ഇയാളെ അറസ്റ്റ് ചെയ്തു, ഈ സ്റ്റീഫൻ മോബ്ലിയെ അറസ്റ്റ് ചെയ്ത് അന്നത്തെ നിയമപ്രകാരം അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1993 വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്റ്റീഫൻ മോബ്ലിയുടെ വക്കീൽ പുതിയ ഒരു ഇതുമായിട്ട് വന്നു. ഇദ്ദേഹം പണ്ടേ കുറച്ച് അക്രമവാസനയൊക്കെ കാണിച്ചിരുന്ന ആളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജനറ്റിക് സ്റ്റഡി ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ജീനിൽ ചെറിയ മ്യൂട്ടേഷനുണ്ട്. ആ ജീൻ കാരണമാണ്, ആ മ്യൂട്ടേഷൻ കാരണമാണ് ഇദ്ദേഹം ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ മോബ്ലിയുടെ വക്കീൽ കോടതിയെ സമീപിക്കുകയാണ്. ആ ജീനിൻ്റെ പേര് MAOA ജീൻ, മോണോ അമീൻ ഓക്സിഡൈസ് A ജീൻ എന്ന് പറയുന്ന ജീൻ. 1993 കേട്ടോ. 1993 ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1993 ഇങ്ങനൊരു ജീനും ക്രിമിനാലിറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞുള്ളൊരു പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് നെതർലാൻഡ്സിൽ നടന്നിട്ടുള്ള ഒരു പഠനമാണ്. നെതർലാൻഡ്സിൽ ആ പഠനത്തിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് വെച്ചാൽ നെതർലാൻഡ്സിലെ ഒരു കുടുംബത്തിൽ ആണുങ്ങളെല്ലാവരും ഭയങ്കര ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്. എല്ലാത്തിനും അക്രമാസക്തരാവുക, തീയിടുക, കൊലപാതകം ചെയ്യുക, അടിക്കുക, ഇടിക്കുക, കുത്തുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ സാധാരണ നോർമൽ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. ഒരു കുടുംബത്തിൽ തലമുറകളായിട്ട് ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഒരു സ്ത്രീ അത് നോട്ടീസ് ചെയ്യുകയും അവിടെയുള്ള ഒരു ഡെൻമാർക്കിലെ ഒരു ഡോക്ടർ, ഒരു ജനറ്റിസിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട്, അയാളുടെ പേര് ഹാൻസ് ബ്രൂണർ എന്നാണ്, ഹാൻസ് ബ്രൂണറോട് ഇതിനെപ്പറ്റി പറയുകയും ഹാൻസ് ബ്രൂണർ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയും ചെയ്തു. അങ്ങനെ പഠനം നടത്തിയപ്പോഴാണ് ആ കുടുംബത്തിലെ ആണുങ്ങളുടെ എല്ലാവരുടെയും X ക്രോമസോമിൽ ഒരു മ്യൂട്ടേഷനുണ്ട്. ഈ പറയുന്ന MAOA എന്ന് പറയുന്ന തലച്ചോറിൽ ഈ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നശിപ്പിച്ച് കളയണമല്ലോ. ആ നശിപ്പിച്ച് കളയുന്ന ഒരു എൻസൈം ഉണ്ടാക്കുന്ന ഒരു ജീനിൽ ആ ജീൻ നേരെ പ്രവർത്തിക്കുന്നില്ല. അപ്പം അത് കാരണം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതൽ സമയവും കൂടുതൽ കാലവും അത് അവിടെ നിൽക്കുന്നു, അത് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ അക്രമവാസന ഉണ്ടാകുന്നതെന്നുള്ളത് കണ്ടെത്തുകയും അത് ഒരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതിന് പറയുന്നത് ബ്രൂണേഴ്സ് സിൻഡ്രോം എന്നാണ് ഈ പറയുന്ന അവസ്ഥയ്ക്ക് പറയുന്നത്. ഈ ജീനിന് വാരിയർ ജീൻ എന്ന് വെച്ചാൽ യോദ്ധാവ്, എപ്പോഴും ഈ അക്രമാസക്തമായിട്ടുള്ളൊരു ഇതുമായിട്ട് നിൽക്കുന്ന ജീനായതുകൊണ്ട് അതിന് ആൾക്കാരിൽ കാണുന്ന ജീനായതുകൊണ്ട് അതിനെ വാരിയർ ജീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഡെൻമാർക്കിലെ ഒരു കുടുംബത്തിൽ നടന്ന സംഭവവും അതിനെപ്പറ്റി ഹാൻസ് ബ്രൂണർ പഠിക്കുകയും അതൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുകയും ബ്രൂണേഴ്സ് സിൻഡ്രോം എന്നാണ് പേരിടുകയൊക്കെ ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ മോബ്ലി അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അങ്ങനെ കോടതിയിൽ കഴിയുന്നത്. പക്ഷേ കോടതി ആ സംഗതി അന്ന് അംഗീകരിച്ചില്ല. കാരണം ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് വന്നതേ ഉള്ളൂ. അന്ന് അങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ വാദം 1993 മുതൽ 2005 വരെയും ഈ സ്റ്റീഫൻ മോബ്ലിയുടെ ഈ വാദം ഈ ജീനിനെ പിൻപറ്റി ഇയാൾ ഇതുകൊണ്ടാണ് എന്നുള്ള വാദം തുടരുകയും, പക്ഷേ ഏറ്റവും അവസാനം വരെയും അയാളുടെ വധശിക്ഷയ്ക്ക് ഇളവ് കൊടുത്തില്ല എന്നുള്ളതാണ്. 2005 1993 വിധിച്ച വധശിക്ഷ 2005 നടപ്പിലാക്കുന്നത്. പക്ഷേ അയാളെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കി. മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ പറയുന്ന വാരിയർ ജീൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ക്രിമിനൽ ടെൻഡൻസിക്ക് തലച്ചോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റ്മാൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ ഒരു ട്യൂമർ മാത്രം ആവണമെന്നില്ല. കാരണം ഇതുപോലെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻസ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ ഫീനിയാസ് കേജിൻ്റെ സ്വഭാവം മാറിപ്പോയതുപോലെ ചാൾസ് വിറ്റ്മാന് ടെമ്പറൽ ലോബിൻ്റെ സൈഡിലായിരുന്നു ട്യൂമർ, ഫീനിയാസ് കേജിന് ഫ്രണ്ടൽ ലോബിലാണ് പരിക്കേറ്റത്. അപ്പോൾ ഇത് രണ്ടുപേരുടെയും സ്വഭാവം മാറ്റി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ബ്രൂണേഴ്സ് സിൻഡ്രോത്തിലാണെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ജീനിൽ വരുന്ന അതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഒരു ജീനിൽ വരുന്ന മ്യൂട്ടേഷനാണ് ആൾക്കാരെ അക്രമാസക്തരാക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാം.
ഈ പറഞ്ഞ ഈ ജീൻ വെച്ചിട്ട് ഒരു കേസ് ഇപ്പം ഈ എന്താണ് സ്റ്റീഫൻ മൊബ്ലിയുടെ കേസിൽ അയാൾക്ക് വധശിക്ഷ കിട്ടിയില്ല. പക്ഷെ മറ്റൊരു കേസ് 2001 ഇതേ അമേരിക്കയിൽ മറ്റൊരു കേസ്, അത് ഇതുപോലെ വളരെ സൽസ്വഭാവിയായിരുന്ന ഒരു മനുഷ്യൻ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പഴയ ഭാര്യയെയും ഭാര്യയുടെ കൂട്ടുകാരനെയും ഒരു ദിവസം കൊന്നു കളഞ്ഞു. അപ്പോൾ അയാളെയും ഇതുപോലെ പോലീസ് പിടിച്ചു, കോടതിയിലെത്തി. അയാളും ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇയാളുടെ കേസിലും ഈ പറയുന്ന MAO ജീൻ സ്റ്റഡി നടത്തുക. അയാൾക്കത് കുറവാണ്, അയാൾക്ക് അതിൽ ശരിക്കും മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് ഒരു പഠനത്തിൽ തെളിയുകയും ആ മ്യൂട്ടേഷൻ ഉണ്ട് എന്നത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് വധശിക്ഷ കുറച്ചിട്ട് അയാൾക്ക് 32 വർഷത്തെ ജയിൽവാസമായിട്ട് അതിനെ കുറച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ഈ മ്യൂട്ടേഷൻ സ്റ്റഡി കൊണ്ട് ഉണ്ടായ ആദ്യത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഗുണമാണോ ദോഷമാണോ എന്ന് അറിഞ്ഞൂടാ. അയാളെ സംബന്ധിച്ച് ഒരു മെഡിക്കോ ലീഗൽ കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ആയത്. യൂറോപ്പിൽ ഇതുപോലൊരു സംഗതി ഉണ്ടായിരുന്നു. യൂറോപ്പിലും ഇതേ ജീൻ, അത് 2006 2008 ആണെന്ന് എൻ്റെ ഓർമ്മ, ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഇതുപോലെ ഒരു കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ, അയാൾക്ക് ഓൾറെഡി ഈ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കഠിനമായ ശിക്ഷയൊന്നുമില്ല, 9 വർഷത്തെ ശിക്ഷയ്ക്കാണ് അയാളെ വിധിച്ചത്. ആ 9 വർഷത്തെ ശിക്ഷ വിധിച്ചതിന് ശേഷം ഇയാൾക്ക് ഈ ജീനിൽ മ്യൂട്ടേഷൻ, ഈ വാരിയർ ജീനിൽ മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് 1 വർഷം കൂടി ഇളവ് കോടതി കൊടുക്കും. അത് യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു വിധിയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു വിധിയായിരുന്നു. ഇന്ത്യയിൽ തൽക്കാലം ഇങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒന്നും ഇതുവരെയും നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളാണോ എന്ന് നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ പോലും നമ്മുടെ നിയമത്തിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തലച്ചോറിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും മനുഷ്യർ ക്രിമിനൽ ഇതിലേക്ക് പോകാം, ഇതുപോലുള്ള ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇതായിട്ട് പോകാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ, ഇതൊക്കെ വളരെ അപൂർവമായിട്ട്, ഇതൊക്കെ ഞാൻ സ്റ്റഡീസ് നമുക്ക് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ കേൾക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ കഥകൾ പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ മനുഷ്യരെ അല്ലാതെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം തലച്ചോറിലെ ട്യൂമറോ ഒന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ പലപ്പോഴും പലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. മനുഷ്യൻ ശരിക്കും മനുഷ്യൻ ആസ് സച്ച് ഒരു ക്രിമിനലാണോ അതോ നല്ലതാണോ? എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? അത് മോബ് സൈക്കോളജി. ഓക്കെ, രണ്ടുമുണ്ട് എന്ന് വെച്ചാൽ നല്ലതുമാണ് ചീത്തയുമാണ്. നല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ആസ് ഒരു മനുഷ്യൻ ഒരാളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അയാൾ ക്രിമിനലാണോ ജന്മനാൽ, അതോ നല്ലവനാണോ? ഇത് വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ്. ഇത് ഇപ്പോഴെങ്കിലും സിറ്റുവേഷൻ അല്ല, സാഹചര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളത് എടുക്കുന്നില്ല. ഫാമിലി, പാരമ്പര്യം, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി. ഇത് അതിനു മുമ്പ്, സിഗ്മണ്ട് ഫ്രോയിഡിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്, തോമസ് ഹോബ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിലോസഫർ. പുള്ളിയാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. മനുഷ്യൻ ജന്മനാൽ സെൽഫിഷ് ആൻഡ് വയലൻ്റ് ആണ് എന്നാണ് പുള്ളിയുടെ ഇത്. മനുഷ്യൻ പിന്നീട് അതുകൊണ്ട് തന്നെ മനുഷ്യനെ നിയമങ്ങൾ കൊണ്ടും ഈ ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തലുകൾ കൊണ്ടും മാത്രമേ മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു. അത് പുള്ളി 17-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്, തോമസ് ഹോബ്സ്. പക്ഷേ അത് കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രഞ്ച് വോൾട്ടയർ റൂസോ പറഞ്ഞത് നേരെ തിരിച്ചുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ ജന്മനാൽ വളരെ നിഷ്കളങ്കനാണ്, നമ്മുടെ സാഹചര്യമാണ് മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്നാണ് റൂസോ പറഞ്ഞത്. അപ്പോൾ ഏതാണ്? ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹരാരി പറയുന്നത് എന്താണ്? മനുഷ്യൻ ഒരേ സമയം ഇതെല്ലാമാണ്. കാരണം ഇതിന്
അത് നമ്മൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പരിണാമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ഹിംസ ചെയ്തു തന്നെയാണ് അതിജീവിച്ചത്. മനുഷ്യൻ മനുഷ്യർക്കുള്ളിലും മറ്റ് ജീവികളോടും ഹിംസ ചെയ്തതാണ്. അവൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇണയ്ക്ക് വേണ്ടിയിട്ട്, ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അക്രമവാസന എന്ന് പറയുന്നത് അവൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ടൂളായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ മനുഷ്യന് ഒരു കടുവയെ പോലെയോ ഒന്നും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയുമല്ല. ഈ സർവൈവ് ചെയ്യണമെങ്കിൽ ഒപ്പം ഈ അക്രമവാസന മാത്രം പോരാ, ഒപ്പം സഹകരണവും കൂടി വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് അവൻ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരുമിച്ച് നിർത്തി സഹകരിപ്പിക്കുകയും ഒരു അപരനെ സൃഷ്ടിച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ സഹജമായ നമ്മുടെ പരിണാമപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ഇത്രയും പേര് ഇപ്പം ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് വിശ്വാസികളായിട്ടുള്ള ഒരു അപരർ നമുക്ക് പുറത്തുണ്ട്. അവരെ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങിയത്. നമ്മുടെ അത് പരിണാമപരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹിംസയുടെ ഒരു ഭാഗമാണ് അത്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ഗോത്രങ്ങളായിട്ട് മാത്രമേ മനുഷ്യർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ യുക്തിവാദികളുടെ ഒരു ഗോത്രം, യുക്തിവാദികൾക്കുള്ളിൽ തന്നെ പല പല ഗോത്രങ്ങളായിട്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വിശ്വാസികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇത് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. എന്നാൽ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കത് മാറി ചിന്തിക്കാനും കഴിയുന്ന ഒരു അപൂർവമായിട്ടുള്ള കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പരിണാമപരമായിട്ട് മനുഷ്യൻ ഇത് രണ്ടും കൂടി ചേർന്നതാണ്. എന്ന് വെച്ചാൽ അക്രമവാസന നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ ഈ എന്താണോ വേണ്ടത് എന്നനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ മാറ്റിപ്പണിതനുസരിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ച മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ശരിക്കും മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് സത്യമാണ്. ഈ ന്യൂറോ സയൻസിൻ്റെ ഇതെടുത്താലും ഈ പറയുന്ന രണ്ടും ഉണ്ട്. മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ അനാട്ടമി പരിശോധിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പറയുന്ന ഭയം, ആങ്സൈറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളുണ്ട്. അമിഗ്ഡല എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഭീഷണി എവിടുന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ പെട്ടെന്ന് നേരിടണം എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഡിസിഷനൊക്കെ എടുക്കുന്ന ഭാഗമാണ് അമിഗ്ഡല. അപ്പോൾ അമിഗ്ഡല നമ്മൾ എപ്പോഴും ഈ അക്രമാസക്തനാവാനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സജ്ജമാക്കി നിർത്തുന്നൊരു ഭാഗമാണ് തലച്ചോറിൻ്റെ. അതേസമയം നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം നീ അടങ്ങി നില്ല്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അമിഗ്ഡലയോട് ഇത് ഒരു സമവായത്തിന് ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ തലച്ചോറിൽ ഇത് രണ്ടും ഉണ്ട്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ശരിക്കും നമ്മളെ മനുഷ്യനെ ശരിക്കുമുള്ള മനുഷ്യനാക്കി മാറ്റുന്നതെന്ന് പറയുന്നത്. ഈ വേറൊരു എക്സാമ്പിളുണ്ട്. നേരത്തെ പറഞ്ഞ വിറ്റ്മാൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞ പോലെ മറ്റൊരു കേസിൽ ഒരു മനുഷ്യൻ, ഒരു കോളേജ് അധ്യാപകനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു 40 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാളുടെ പേര് മിസ്റ്റർ ഒഫ്റ്റാഫ് എന്നാണ്. അയാൾ വളരെ മാന്യനായിട്ടുള്ളൊരു ഒരു അധ്യാപകനായിരുന്നു. പെട്ടെന്നൊരു ദിവസം അയാൾക്ക് ഒരു ലൈംഗിക വൈകൃതങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ആരോടും ലൈംഗികപരമായിട്ട് ഇടപെടുന്ന ഒരു രീതിയിലേക്ക്, അതിപ്പം ആരോടൊന്നുമില്ല, ഏത് സെക്സ് ഒന്നുമില്ല, ഏത് പ്രായമൊന്നുമില്ല, അങ്ങനെയുള്ള രീതിയിലേക്ക് അയാൾ വളരെ ഒരു സെക്സ്വൽ പെർവേർട്ടായിട്ട് മാറി. ഈ പെർവേർട്ടായിട്ട് മാറി ഇയാൾ സ്വന്തം വീട്ടിൽ സ്വന്തം കുട്ടികളോട് പോലും ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് അമേരിക്കയിലെ ഒരു ഇതനുസരിച്ച് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ജയിലിൽ പോവുക അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് പോവുക. അയാൾ റീഹാബിലിറ്റേഷൻ സെലക്ട് ചെയ്തു. അങ്ങനെ റീഹാബിലിറ്റേഷനിലും ആ സെൻറ്ററിലും ഇയാൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടുത്തെ പരിശോധനയിൽ ഇയാളുടെ ഒരു സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഇയാളുടെ ഫ്രോണ്ടൽ കോർട്ടക്സ്, ഫ്രോണ്ടൽ കോർട്ടക്സിന് തന്നെ പല പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് പുറകിലുള്ള ഭാഗത്ത്, തലച്ചോറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ട്യൂമർ കണ്ടെത്തി. അപ്പോൾ ഇതായിരിക്കണം ഇയാളുടെ ഈ പ്രശ്നത്തിന് കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആൾ വളരെ പഴയ ആളായി മാറി. ഒരു കുഴപ്പമില്ല. വീണ്ടും പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഇത് ചെയ്തു.
അങ്ങനെ വീണ്ടും ഒരു സ്കാനും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഈ ട്യൂമർ റിക്കറൻസ്, വീണ്ടും ട്യൂമർ വളരുന്നു. എന്നുവെച്ചാൽ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഈ പ്രീഫ്രോണ്ടൽ ഇതാണ് ഈ ഓർബിറ്റോ ഫ്രോണ്ടൽ ഏരിയയാണ് നമ്മളുടെ ഈ പറയുന്ന ഇമ്പൾസിവിറ്റിയൊക്കെ നിയന്ത്രിക്കുന്നത്. അമിഗ്ഡല പല വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വന്നിട്ട് നമ്മളോട് പറയും ഇത് പാടില്ല, ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇത് നീ ധാർമ്മികമായിട്ട് ചെയ്യാൻ പാടില്ല, അല്ലാതെ മാനുഷികമായിട്ട് പല കാര്യങ്ങൾ കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ഈ കോർട്ടക്സ് ആണ്. അപ്പോൾ അത് നേരെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് രണ്ടാമതും ട്യൂമർ വന്നു. രണ്ടാമതും സർജറി ചെയ്തപ്പോൾ അയാൾ വീണ്ടും ഓക്കെ ആയി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതുപോലെയാണ്. പിന്നെ ഈ പറയുന്ന ഇത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഒരു ട്യൂമർ ഒരു സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പല പല പ്രശ്നങ്ങളും വരുന്നത് കൊണ്ടാണ്, ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരാൾ ക്രിമിനലായി മാറുന്നത് എന്നൊന്നുമില്ല. ഇപ്പോൾ ഇതിന് ഈ വാരിയർ ജീനിനെ പറ്റിയുള്ള പഠനങ്ങൾ വന്നതിന് ശേഷം ഈ ജീനുള്ള ആൾക്കാരെല്ലാം ക്രിമിനലായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പഠനം നടത്തുമ്പോഴത്തേക്കും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഈ ജീനുള്ള ആൾക്കാർ വളർന്നു വന്ന സാഹചര്യം എന്താണെന്നനുസരിച്ചാണ്. എന്നുവെച്ചാൽ ഇത് ഈ സിബ്ലിംഗ് സ്റ്റഡി എന്നൊക്കെ പറയും, ഇരട്ടകളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡികളിൽ ഒക്കെ ഈ ഒരേ ജനറ്റിക് മേക്കപ്പുള്ള ആൾക്കാർ രണ്ട് ഡിഫറൻറ്റ് ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഒരാൾ വളർച്ചയുടെ ഏർലി ഘട്ടങ്ങളിലൊക്കെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാറ്റത്തിലും ഒക്കെ കെയറും ഒക്കെ കിട്ടി വളർന്നു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ക്രിമിനൽ ആവാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. പക്ഷേ ഇതേ ജീനുള്ള ആൾ കുറച്ചെങ്കിലും ഈ ചൈൽഡ്ഹുഡ് വയലൻസിലൂടെയൊക്കെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഭാവിയിൽ വലിയൊരു ക്രിമിനൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെയും സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ നേച്ചർ മാത്രമല്ല, നർച്ചറിങ്ങിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നേച്ചർ ബൈ നേച്ചർ നമ്മളൊരു ക്രിമിനൽ ആവാൻ ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ പോലും നമ്മളെ ക്രിമിനൽ ആവാതെയും വളർത്തിയെടുക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ട്യൂമർ പോലുള്ള അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇപ്പോൾ മറ്റൊന്ന് ഈ നാച്ചുറും നർച്ചറും നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ഇറ്റലിയിൽ ആ ഒരു ഉദാഹരണം പറഞ്ഞതിൽ കോടതി കൺസിഡർ ചെയ്തത് ഈ ഫാക്ടറാണ്. അയാൾക്ക് ആ ജീനുണ്ട്, അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും ഒക്കെ വളരെ മോശമായിരുന്നത് കൊണ്ടാണ് അയാൾ ക്രിമിനലായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ മാനസികാരോഗ്യമൊക്കെ തകർന്നത്. ആ ഒരു കൺസിഡറേഷനിലാണ് അയാൾക്ക് 1 വർഷത്തെ ഇളവ് ആ കോടതി കൊടുക്കുന്നത്. മറ്റൊന്ന് വേറൊരു സീരിയൽ കില്ലർ, അമേരിക്കയിലെ തന്നെ ഒരു സീരിയൽ കില്ലർ. അയാൾക്ക് പണ്ട് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് തലയ്ക്ക് പരിക്കേറ്റിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അയാൾ ഒരു 100ഓളം പേരെങ്കിലും കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് അയാൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അയാളുടെ MRI, തലച്ചോറിൻ്റെ MRI എടുത്ത് നോക്കിയപ്പോൾ അയാൾക്ക് ഈ തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്ത് ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗത്തും പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗങ്ങളിലൊക്കെ തന്നെയും കാര്യമായ തകരാറ് അന്ന് സംഭവിച്ചിരുന്നു. ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ്. ലിംബിക് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഭാഗമല്ല, പല തലച്ചോറിൻ്റെ പല ഭാഗങ്ങൾ ചേരുന്നതാണ് ലിംബിക് സിസ്റ്റം. അപ്പോൾ ആ ലിംബിക് സിസ്റ്റമാണ് നമുക്ക് മറ്റൊരാളോട് അനുകമ്പയോടെ, എമ്പതിയോടെ നമുക്ക് പെരുമാറാൻ നമ്മളെ ശീലിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് എമ്പതി എന്ന് പറയുന്ന സാധനം ഇല്ല. 100 പേരെ കൊന്നാലും ഇനി ഒരു 100 പേരെ കൂടെ കൊല്ലാനുള്ള ഒരു ത്രാണി അയാൾക്കുണ്ട്. കാരണം അയാൾക്ക് ഈ മാനുഷികമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ അയാളുടെ തലച്ചോറിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാം. ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള ആൾക്കാരുടെ തലച്ചോറിനെ പറ്റി ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ് അല്ലാതെ തന്നെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, ട്യൂമറോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെയുള്ള ആൾക്കാരുടെ. അപ്പോൾ അങ്ങനെ നടത്തിയ പഠനങ്ങൾ പലതിലും കണ്ടെത്തിയിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഗ്രേ മാറ്ററിന് തിക്നെസ് കുറവാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരുടെ തലച്ചോറ് മറ്റ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ തലച്ചോറിൻ്റെ അത്രയും നേരെ ചൊവ്വയല്ല പ്രവർത്തിക്കുന്നത്. ചില ആൾക്കാരിൽ ഈ ടെമ്പറൽ ലോബിൻ്റെ കോർട്ടക്സിൻ്റെയും തിക്നെസ് കുറവാണ്. അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോയിൽ വേരിയേഷൻ ഉണ്ട് എന്നൊക്കെ പല പഠനങ്ങളിലുമൊക്കെ ഈ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജനിതകപരമായിട്ടുള്ളൊരു സാധ്യതയുണ്ട്.
പരിണാമപരമായിട്ടും ന്യൂറോബയോളജിക്കലി നമുക്ക് ഒരു ക്രിമിനൽ ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്താണ് മനുഷ്യരാശി ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ അപ്പോഴും ചില ഘടകങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആൾക്കാരെ മോശമായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അയാൾ ക്രിമിനൽ ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ഒരാളെ നമുക്ക് അയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷനിലൂടെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് പലപ്പോഴും ഈ പീഡോഫീലിയയിലൊക്കെ പല രാജ്യങ്ങളും, ഇന്ത്യയിലൊന്നും അങ്ങനെ പോസിബിളൊന്നുമല്ല, അപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ ഈ പീഡോഫീലിയയുടെയൊക്കെ ചികിത്സയ്ക്കായിട്ടുമൊക്കെ കുറേ നാൾ തെറാപ്പിയൊക്കെ എടുത്ത് റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് അയാളെ വളരെ നോർമലായിട്ട് സമൂഹത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഗോവിന്ദ തലച്ചോറിൽ പറയാൻ പറ്റില്ല, നമുക്കത് സ്കാൻ ചെയ്ത് നോക്കിയാൽ സ്കാൻ ചെയ്യാതെ ഒരു ഇൻടോക്സിക്കേഷനിൽ എന്ന് വെച്ചാൽ ആൽക്കഹോളോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഒക്കെ ഉപയോഗിക്കുമ്പോഴോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഇതുണ്ടല്ലോ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ കൺട്രോള്, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വരായികകളെ പറ്റിയുള്ള ധാരണ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത് ഏത് ഡ്രഗ് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ആൽക്കഹോളിനെ പറ്റി പറയാനാണെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ളൊരു കോർട്ടിക്കൽ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പലതും ചെയ്തു പോകുന്നതാണ്. പക്ഷേ മറ്റ് പല ലഹരി പദാർത്ഥങ്ങളും ശരിക്കും തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളെയൊക്കെ ബാധിക്കുകയും അവിടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയൊക്കെ രീതികളെയൊക്കെ മാറ്റും. പ്രത്യേകിച്ച് ഈ പറയുന്ന സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ക്രിമിനൽ ടെൻഡൻസി പറയുമ്പോൾ ശരിക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സെറട്ടോണിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളൊരു ഇമ്പൾസിവിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അക്രമ വാസന, ഈ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടെൻഡൻസി കാണിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ ഈ സെറട്ടോണിൻ കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരിൽ ഈ നമ്മൾ ഈ പലപ്പോഴും പറയുന്ന MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സൊക്കെ നേരിട്ട് ഈ സെറട്ടോണിൻ റിസപ്റ്റേഴ്സിനെയൊക്കെയാണ് ബാധിക്കുന്നത്. അതുമാത്രമല്ല ഈ അവ പലപ്പോഴും ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കാറുണ്ട്. ഈ ഡ്രഗ്സ് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നതല്ല, നിരന്തരം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ തലച്ചോറിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ഘടനയിൽ തന്നെ വ്യത്യാസം വരും ചില ഭാഗങ്ങളുടെ. അപ്പോൾ ആ ഭാഗങ്ങളുടെ പ്രവർത്തനം പിന്നീട് അയാൾ ഡ്രഗ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അതും ഈ പറയുന്ന ജനറ്റിക് ഇതുണ്ടാവാം. പക്ഷെ അതിനെപ്പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഉണ്ട്, തീർച്ചയായിട്ടും അതിന് അല്ല. ഇന്ത്യയിൽ പല ഇങ്ങനെ ക്രിമിനൽ ട്രൈബ്സ് ഒരുപാട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് മുമ്പ്. അല്ല അതിനെപ്പറ്റി അത് പഠിച്ചാൽ അവർ പല ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിന് സയൻറ്റിഫിക്കായിട്ട് അതിന് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. ആൽക്കഹോളും ഡച്ച് കറേജ്, ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ധൈര്യം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഡച്ച് കറേജ് അത് സത്യമാണ്? അതാണ് ഈ പറഞ്ഞ നമ്മൾക്ക് ഈ ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ചോദിച്ചത്. ഡച്ച് കറേജ് ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഈ ഡച്ച് കറേജ് അല്ല, എന്തിനുള്ള ധൈര്യമാണ് ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്? ക്രിമിനൽ ആക്ടിവിറ്റീസിനുള്ള ധൈര്യം. അതിൻ്റെ ഉത്തരവാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ അതർവൈസ് നമ്മൾ എന്തുകൊണ്ട് ക്രിമിനൽ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ്, നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ്. നമ്മുടെ തലച്ചോറ് ഇടയിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. സാറേ ചോദിച്ചത്, അപ്പൊ ആൽക്കഹോൾ ആ ഭാഗത്തിന് ഫ്രോണ്ടൽ അല്ലേ, ആ കോർട്ടക്സിന് ബാധിക്കും. ശരിക്കും ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ, ഗാബ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ ആ ഒരു ഇൻഹിബിഷൻ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. റിലേറ്റഡ് ആണല്ലോ, പക്ഷേ അതിൻ്റെ വ്യത്യാസം ഒന്നാണ്. ഓഫ്കോഴ്സ് നമ്മുടെ എല്ലാ നെർവ്സിനെ പറ്റിയും പഠിക്കുന്നതാണ് ന്യൂറോളജി, പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും നല്ല റിലേഷൻസ് ഉണ്ട്? സൈക്യാട്രി എന്ന് പറഞ്ഞാൽ മനോരോഗ ചികിത്സ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മനസ്സ് എന്ന് പറഞ്ഞാൽ
മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യുന്നോ അതാണ് മനസ്സ്. തലച്ചോറ് ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെയാണ് മനസ്സ്. ആ പ്രവർത്തനത്തെ പറ്റി പഠിക്കുകയും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സൈക്യാട്രി. ന്യൂറോളജിയും ന്യൂറോ സർജറിയും ഒക്കെ എന്ന് വെച്ചാൽ ഇതിൽ മറ്റ് എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ശരിക്കും ഇത് പരസ്പരം ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് ഒരാൾക്ക് മാനസിക രോഗമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അയാളുടെ ഇതുവരെ ഇല്ലാത്ത ഒരു സ്വഭാവ വൈകല്യമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ചെല്ലുന്നത് ചിലപ്പോൾ സൈക്യാട്രി ഒ പിയിലായിരിക്കും. ഇന്നലെ വരെയും ഒരു കുഴപ്പമില്ലായിരുന്ന ചേട്ടൻ ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നും പറഞ്ഞായിരിക്കും ചെല്ലുന്നത്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അവർ ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഒരു ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അൽഷിമേഴ്സ് പോലത്തെ രോഗങ്ങൾ അത് ഇപ്പം എല്ലാം ഈ മെമ്മറി ലോസ് ആയിട്ട് മാത്രമായിരിക്കില്ല പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ മെമ്മറി ലോസ് ആയി തുടങ്ങിയാൽ തന്നെ പിന്നീട് ഈ തന്മാത്ര സിനിമയിലൊക്കെ കാണുന്ന പോലെ പിന്നീട് ശരിക്കും മനോരോഗമായിട്ടായിരിക്കും അത് പ്രോഗ്രസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ രീതിയിലാണ്. അപ്പോൾ ഇത് പരസ്പരം ലിങ്ക്ഡാണ്. കാലങ്ങളിൽ നമ്മൾ ഈ സൈക്യാട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റെന്ത് രോഗവും ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രക്ചറൽ ഒരു കണക്ടിവിറ്റി ഇല്ലാത്തൊരു സാധനമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ഏതൊരു മാനസിക രോഗമോ മറ്റ് കണ്ടീഷനോ ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തലച്ചോറിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറലായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കാനുള്ള സാധ്യത മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇപ്പം കാര്യമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പ്രയാസമാണ്. ഇപ്പോൾ ഈ നമുക്ക് സാധാരണ വരുന്ന വിഷാദത്തിന് പോലും ഈ തലച്ചോറിൻ്റെ ചില കണക്ഷൻസിൽ ഉള്ള ജന്മനാലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം അത് വരുന്നത്. ഇപ്പം കാരണം ഒരേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ എല്ലാവർക്കും ഒന്നും വിഷാദം വരുന്നില്ല, അത് ഒരേ സിവിയറിറ്റിയിൽ വരുന്നില്ല. അതിൻ്റെയൊക്കെ കാരണങ്ങളെന്ന് വെച്ചാൽ ഈ പറയുന്ന അവരുടെ തലച്ചോറിലുള്ള വ്യത്യാസങ്ങളാണ്. സാർ ഒരാളെ നോക്കൂ, കൺട്രോള്. ഭാര്യയെ തല്ലും, ബോസിനെ തല്ലുന്നില്ല. എൻ്റെ കാരണം എന്താ? കാരണം തിരിച്ചടി കിട്ടും. അപ്പം അത് അയാൾക്ക് മനസ്സിലായിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്, ബോധപൂർവം തന്നെയല്ലേ ചെയ്യുന്നത്. അതെ. അതുപോലെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സാറേ പലപ്പോഴും അടിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ജനറ്റിക് പ്രശ്നമോ തലച്ചോറിൽ ട്യൂമറോ അല്ലെങ്കിൽ തലച്ചോറിൽ വേറെ എന്തെങ്കിലും ഡീജനറേറ്റീവ് രോഗമോ ഉള്ളത് കൊണ്ടല്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. മനുഷ്യൻ ആസ് സച്ച് ജന്മനാൽ അവൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അവസരം ഒത്തു കിട്ടുമ്പോൾ ഉപയോഗിക്കുന്നു. അവൻ അത് വളരെ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം ഭാര്യയെ തല്ലുകയും ബോസിനെ തല്ലാതിരിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ വളരെ അവൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ബോസിനെ തല്ലാത്തത്. എനിക്ക് സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്യാനാണ്. അൾഷിമേഴ്സിനെ പറ്റിയും അതിൻ്റെ ഇതിനെപ്പറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റിയും ഒന്ന് പറയാൻ പറ്റും. അൾഷിമേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ അത് ഏജുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതെന്ന് പറയാം. അൽഷിമേഴ്സ് ശരിക്കും ഏജുമായിട്ട് ബന്ധമുള്ളൊരു രോഗമാണ്. പക്ഷേ ഇന്ന് ചില വളരെ അപൂർവമായിട്ട് പ്രീസിനയിൽ അൽഷിമേഴ്സ് വരാം. എന്നുവെച്ചാൽ പ്രായമാവുന്നതിന് മുമ്പും വരാം. ഈ ഇടയ്ക്കൊരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സയ്യാര എന്നും പറഞ്ഞിട്ട്, ഒരു ലവ് മൂവിയാണ്. അത് ഈ പറയുന്ന യങ് ഏജിൽ വരുന്ന ഒരു അൽഷിമേഴ്സിൻ്റെ ഇതിനെ പറ്റിയാണ്. പക്ഷേ ശരിക്കും അൽഷിമേഴ്സ് പ്രായമാവുമ്പോൾ വരുന്ന രോഗമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഈ അമൈലോയ്ഡ് ബീറ്റ എന്നൊക്കെ പറയുന്ന ചില പ്രോട്ടീൻസ് ഓരോ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് ഇത്. ശരിക്കും അത് ക്ലിയർ ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്ത് കളയാൻ പറ്റാത്ത, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്ത് കളയാൻ പറ്റാത്ത, അങ്ങനെ അടിഞ്ഞുകൂടി തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിലൊക്കെ ഇത് കൂടുതൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ അത് മന്ദീഭവിക്കുകയും അങ്ങനെ വരുന്ന രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സിന് ഒരു ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ചികിത്സ നിലവിൽ ഇല്ല. സാറേ, ഈ നക്ചർ ആൻഡ് നേച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് സാർ പറഞ്ഞല്ലോ. അപ്പം ആ സ്ഥിതിക്ക് നമ്മൾ ലീഗൽ ജൂറിസ്ഡിക്ഷനൊക്കെ പഠിക്കുമ്പോൾ കള്ളൻ്റെ മകൻ
സ്വാഭാവികമായിട്ട് ഈ ഇൻഹെറിറ്റൻസ് കൊണ്ട് വരികയാണെങ്കിൽ കള്ളനായി മാറണമല്ലോ. ഏതോ ഒരു സിനിമയിൽ ഒരു ജഡ്ജ് പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളെ കണ്ടാൽ അറിയാമല്ലോ, അവർ കൂട്ടി നിൽക്കുമ്പോൾ അവരെയൊക്കെ കണ്ടാൽ അറിയാമല്ലോ ക്രിമിനൽസ് ആണെന്നുള്ളത്. ഏറ്റവും അപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതും അക്സെപ്റ്റബിളുമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഈ നർച്ചർ അല്ലേ? എങ്ങനെയാണ് ഇത് ഇപ്പം ഈ ജീൻ സാറ് പറഞ്ഞത് വളരെ വെരി ഫ്യൂ എക്സെപ്ഷണൽ കേസസ് അല്ലേ? അല്ല, അത് അങ്ങനെയുള്ള സംഗതികളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ന്യൂറോ ബയോളജി ക്രൈമിൻ്റെ ന്യൂറോ ബയോളജി പറയുമ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ എക്സാമ്പിൾസ് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ നർച്ചർ തന്നെയാണ് കൂടുതലും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിൽ, ഇപ്പോൾ അത് ക്രൈമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഏതൊരു സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മൾ ആർജിക്കുന്ന ഏതൊരു കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നർച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കിപ്പം വളരെ പാടാൻ കഴിവുണ്ട്, ജന്മനാൽ കഴിവുണ്ട്. നമ്മളത് പാട്ട് പഠിക്കുകയോ മറ്റ് കാര്യങ്ങളോ ചെയ്യുന്നില്ല. നമുക്കൊരു മ്യൂസിക്കൽ, നമ്മുടെ ഒരു ബ്രെയിൻ വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു ബ്രെയിനാണ്. പക്ഷേ നമ്മൾ വയലിൻ പഠിച്ചാലേ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഈ സാറ് നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പം വളരെ വയലൻ്റായിട്ട് മദ്യപിച്ച് വയലൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ പോലീസിനെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ഫുൾ ക്രിമിനാലിറ്റി മാറുന്നുണ്ട്. അതുവരെ വളരെ വയലൻ്റായിട്ട് ക്രിമിനലായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വയലൻ്റായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് പോലീസിനെ കാണുമ്പോൾ അയാളുടെ കംപ്ലീറ്റ് വയലൻസ് മാറി അയാൾ ശാന്തനായി പോകുന്ന ഒരു സിറ്റുവേഷൻ. പോലീസിനെ കാണുമ്പോൾ തന്നെ ആവണമെന്നില്ല. ചില മദ്യപാനികൾ നല്ല ഒരു തല്ല് കിട്ടിയാലും ചിലപ്പോൾ മാറാറുണ്ട്. അല്ല, അത് ആ തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഇതും അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുക അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ നർച്ചർ തിയറി തന്നെ അല്ലേ കുറെ കൂടെ? നർച്ചർ തിയറി അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന് എപ്പിജെനറ്റിക്സ് എന്നാണ് പറയുന്നത്. ഈ എന്ന് വെച്ചാൽ നമ്മുടെ ജനറ്റിക് മേക്കപ്പ് വളരെ സ്ഥിതമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഏറെക്കുറെ ഒരുപോലെ ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളാണ് നമ്മളെ ഡിഫറെൻ്റ് ഇതാക്കി മാറ്റുന്നത്. ഈ എപ്പിജെനറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക്സിന് മുകളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവി ബിഹേവ് ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഏതൊരു ജീവിയുടെ കാര്യത്തിലും ബാധകമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചില ജീവികളുടെ റീപ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ബീച്ച് ടർട്ടിൽ, ഓസ്ട്രേലിയൻ ബീച്ച് ടർട്ടിൽ എന്നൊക്കെ പറയുന്ന ആമയുടെ മുട്ട വിരിയുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിലാണ് മുട്ട വിരിയുന്നതെങ്കിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെല്ലാം ആണാമകളും 32 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെല്ലാം പെണ്ണാമകളുമായിട്ട് മാറും. എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ അത്രയധികം ആ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ എപ്പിജെനറ്റിക്സിന് മനുഷ്യൻ്റെ കാര്യത്തിലും വളരെ സ്വാധീനമുണ്ട്. അതിനെപ്പറ്റി വലിയൊരു സ്റ്റഡിയൊക്കെ ഉണ്ട്. ഈ ഡച്ച് ഹങ്കർ വിൻ്റർ സ്റ്റഡി എന്നും പറഞ്ഞൊരു സ്റ്റഡിയുണ്ട്. അത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. 1945 ഈ ഡച്ചിൽ, അവിടെ ഈ ആംസ്റ്റർഡാം, റോട്ടർഡാം എന്നൊക്കെ പറയുന്ന അവിടെ പട്ടിണിയാണ്. ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ഗർഭിണികളായിരുന്ന സ്ത്രീകൾക്കുണ്ടായ കുട്ടികളിൽ പിന്നീടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അധികം നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ജനിച്ച് വീണ കുഞ്ഞുങ്ങളെ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇത് വളരെ എന്നുവെച്ചാൽ അവരുടെ ജനറ്റിക് മേക്കപ്പിലൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ അവരുടെ സ്വഭാവത്തിലും പിന്നീട് അവർക്കുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, ഇതെല്ലാത്തിനെയും ഈ പറയുന്ന അന്നത്തെ ആ പട്ടിണി ബാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരു ജനറേഷണൽ ട്രാൻസ്മിഷനുള്ള ഒരു സംഗതി കൂടിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് ജീനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പാരമ്പര്യമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന എപ്പിജെനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസും പാരമ്പര്യമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്ത ഒരു സ്റ്റഡിയും കൂടിയാണ് ഈ ഡച്ച് ഹങ്കർ വിൻ്റർ സ്റ്റഡി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കള്ളൻ്റെ മകൻ കള്ളനാവുന്നതും അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 കള്ളന്മാരെയും അവരുടെ മക്കളെയൊക്കെ എടുത്ത് പഠിച്ചിട്ട് നമുക്കത് മാത്രമേ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് അതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇൻഡിവിജ്വലി ഒരു കേസ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഈ സാറ് പറഞ്ഞ മാതിരി ക്രിമിനൽ ട്രൈബ്സ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ ഒന്നും ഇപ്പോൾ അക്സെപ്റ്റബിൾ അല്ല. അത് അന്ന്
ഈ ക്രിമിനൽ ട്രൈബ്സൊക്കെ പണ്ട് ഈ ബ്രിട്ടീഷുകാർ ഈ അന്നത്തെ ആ ഒരു സമൂഹത്തെ അവിടുന്ന് ഒഴിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ആ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. സാർ നമുക്ക് ഈ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ലേറ്റസ്റ്റ് മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നു. അതിൽ ശരിക്കും അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ അതോ ആ പുള്ളി ഒരു ഹോബിയായിട്ട് ചെയ്യുന്നു? ആ സിനിമയിൽ അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമ സീരിയൽ കില്ലറായിട്ട് അത് സിനിമയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതൊരു ശരിക്കും നടന്നൊരു സംഗതിയാണല്ലോ. അതെ, അതൊരു റിയൽ ഇൻസിഡൻ്റ് ആയിരുന്നല്ലോ. ഇന്ത്യയിൽ തന്നെ നടന്നൊരു സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒറിജിനൽ സംഗതിയുടെ സിനിമാറ്റിക് അത് ഇതുകൊണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂറൽ പ്രോബ്ലം ആണോ? ഉണ്ടാവാം. പക്ഷേ അയാളെ പറ്റി അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു നമ്മുടെ നിലവിലത്തെ ഈ ഡിസീസ് ക്ലാസിഫിക്കേഷനൊക്കെ വെച്ചിട്ട് പുള്ളിയെ ഒരു ആൻറ്റി സോഷ്യൽ, നമ്മൾ ഈ സൈക്കോപത്ത് എന്നൊക്കെ പറയുന്ന സംഗതിയില്ലേ, സൈക്കോപത്ത് എന്ന് പറയുന്നത് ശരിക്കും ഈ മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, സൈക്കോപത്ത് എന്ന് പറയുന്നത്. പക്ഷേ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിൻ്റെ എക്സ്ട്രീം സ്റ്റേജിലുള്ളതാണ് ഈ പറഞ്ഞ കളങ്കാവലിലെ മമ്മൂട്ടി. അപ്പോൾ അയാൾ ആ രീതിയിലൊരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും തലച്ചോറിൽ പ്രശ്നം ഉണ്ടായിട്ടാണോ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് അയാൾ പഠിച്ചു നോക്കിയാലേ പറയാൻ പറ്റും. മോബ് സൈക്കോളജിയും ക്രിമിനാലിറ്റിയും തമ്മിലുള്ള വേറെ ബന്ധമുണ്ടോ? മോബ് സൈക്കോളജിയും ക്രിമിനൽ ബിഹേവിയറും തമ്മിൽ മോബ് സൈക്കോളജി, അതിൽ ഒരു രസകരമായിട്ടുള്ളൊരു പഠനം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ലേഡി വളരെ ഒറ്റയ്ക്ക് നിൽക്കും. അവരെ അതിൻ്റെ ഒരു ഗെയിം എന്തോ ആയിരുന്നു. അവരെ അവിടെ ഉള്ള എന്ത് ഉപകരണം വെച്ച് വേണമെങ്കിലും ഉപദ്രവിക്കാം. തിരിച്ച് അതിൽ യാതൊരു പ്രത്യാഘാതങ്ങളും ഉണ്ടാവില്ല, യാതൊരുവിധ ലീഗൽ ഇതുമില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു പഠനം നടത്തിയിരുന്നു. എന്നുവെച്ചാൽ അത് കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് ആദ്യം ഒന്ന് മാന്തും, ഒരു കുഴപ്പമില്ല, അവർ ഒന്നും അനങ്ങുന്നില്ല, ഇത്ര സമയത്തിനകം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അവരുടെ ഡ്രസ്സ് വെച്ച് കീറുക, അവരെ കത്തി കൊണ്ട് കുത്തുക, അവരെ മുറിവേൽപ്പിക്കുക, ഇങ്ങനെ. എന്നുവെച്ചാൽ മനുഷ്യൻ തിരിച്ച് നമുക്ക് ദോഷകരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ക്രൈമും ചെയ്യാൻ യാതൊരുവിധ എമ്പതി ഇല്ലാതെ ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ. അത് പ്രൂവ് ചെയ്തവർ, അതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് തന്നെയാണ് മോബ് സൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നില്ല, നമുക്കതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളിലേക്ക് വരില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പം അത് അവിടെ വർക്ക് ചെയ്യും. പ്രായമുള്ളവരിലുണ്ടാകുന്ന സംശയരോഗം, രാത്രിയിൽ മതിലിടിച്ച് വീഴുന്നു, അല്ലെങ്കിൽ അന്യയാൾ എന്നെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള തോന്നലുകൾ, ആ തോന്നലുകൾ ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന സംഭവമാണോ അതോ എല്ലാ തോന്നലുകളും ബ്രെയിനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് തോന്നിയാലും, നമുക്ക് എന്തൊക്കെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് തോന്നലുണ്ടായാലും അത് ബ്രെയിനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിന് ഈ പറഞ്ഞ ഇപ്പം ഇല്ലാത്തൊന്ന് കാണുന്നു, അങ്ങനെ അതല്ലേ ഉദ്ദേശിച്ചത്. ഒരു പ്രായം കഴിയുമ്പോൾ അത് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി ചില ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് കൊണ്ട് വരാം. പിന്നെ ചില ഈ പറഞ്ഞ പലതരം മെമ്മറി ലോസ് രോഗങ്ങളുടെ ഭാഗമായിട്ട് വരാം. വൈറ്റമിൻ എന്ന് വെച്ചാൽ തൈമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ വരുന്നൊരു അസുഖമുണ്ട്, ഈ വെർണിക്കസ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അതിൽ ഉള്ള മെയിൻ സിംറ്റം എന്ന് പറയുന്നത് സാറ് ഈ പറഞ്ഞ കാര്യമാണ്, കൺഫാബുലേഷൻ, കഥകൾ ഉണ്ടാക്കുക. ഇപ്പോൾ വെറുതെ ചില സിമ്പിൾ, നമുക്ക് ആർക്കും ദോഷമില്ലാതെ ചില കഥകൾ ഉണ്ടാക്കുക. അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, അത് അറിയാതെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ചില ഫോൺ വിളിച്ചൊരു കാര്യം പറഞ്ഞു, അത് കേട്ടില്ല, അവരത് ചെവി കേൾക്കാത്തതുകൊണ്ട് ഒന്ന് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവരത് കേട്ടതായിട്ട് അവർക്ക് തോന്നുകയും അവരതിൽ നിന്ന് ഒരു കഥ ഉണ്ടാക്കുകയും ആ കഥ പറയുകയും ചെയ്യും. അപ്പം അതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരിലൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ തൈമിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറും. വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് എന്നെ കൊല്ലാൻ വരുന്നു, രാത്രിയിൽ കിടന്ന് ഭയങ്കര ഉറക്കമില്ല. അപ്പോൾ ഇത് സാറിൻ്റെ കാര്യമാണോ പറയുന്നത്? അല്ല, എനിക്ക് 75 വയസ്സായില്ലല്ലോ. അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിലേ അത് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട്, ഞാനിത് ഒരു സിംറ്റംസ് കേട്ടപ്പോൾ ഇങ്ങനെ ആവാം ഉള്ളൊരു സാധ്യത പറഞ്ഞു തന്നേ ഉള്ളൂ, അതാവണമെന്നല്ല. അത് ഡോക്ടറെ കാണിച്ച്
ക്ലാരിഫൈ ചെയ്തിട്ടാണ് ചോദിച്ചത്. അതെ, പ്രായമായ എൻ്റെ നാട്ടിൽ പ്രായമായ മിക്കവാറുമുള്ള എല്ലാവർക്കും, അതായത് ഒരു 70 വയസ്സ് കഴിഞ്ഞ ലേഡീസിലും പുരുഷന്മാരിലും എല്ലാം ഈ ഓർമ്മക്കുറവ് മുതൽ തുടങ്ങിയിട്ട് ഈ ഒരു ഭ്രാന്തിൻ്റെ വക്കോളം എത്തുന്ന ചീത്തവിളി, പിന്നെ സംശയരോഗങ്ങൾ, ഒരാളങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല, മതിലിടിഞ്ഞ് വീഴുന്നു, ഒരാളെന്നെ കൊല്ലാൻ വരുന്നു എന്നുള്ളത് പടർന്നു പിടിക്കുന്ന രോഗം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള പ്രായമുള്ള എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെ ഗ്രൂപ്പായിട്ട് ഇത് വരുന്നത്? അത് എല്ലാവരെയും കാണിക്കണം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു 14 വയസ്സൊക്കെ ഉള്ളപ്പം ഈ ബസ് കാത്തിരിക്കുന്ന ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടായിരുന്നു. പിന്നെ അയാൾ വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തോക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കൊന്നും അവരുടെ കൂട്ടത്തിൽ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഇല്ല, ആരുമില്ല. അതിപ്പോഴും നോർത്ത് ഇന്ത്യ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം, എൻ്റെ ചില ബന്ധുക്കൾ ഗുജറാത്തിലുണ്ട്. അവർ പറഞ്ഞത് അവരവിടെ ചെന്നപ്പോൾ ഒരു 10-35 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ അവിടെ എപ്പോഴും അവിടെ കമ്മ്യൂണൽ വയലൻസ് നടക്കും, കടക്കാർ തമ്മിൽ, മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവിടെ കലാപമൊക്കെ ഉണ്ടായത്. പക്ഷേ ഈ RB ശ്രീകുമാർ അവിടെ വന്നപ്പോൾ പുള്ളി അങ്ങോട്ട് ചെന്നിട്ടൊരു 10 മിനിറ്റ് എല്ലാവരെയും പിടിച്ചപ്പം അവിടെ വയലൻസേ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു ആബ്സെൻസ് കൊണ്ടല്ലേ ഈ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവർ വരുന്നതെന്നുള്ളതാണ് ചോദ്യം. ആവാം. അല്ല, ഇതൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാനും ഒക്കെ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആവാം.